വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും. നിലമ്പൂർ ഫാസ്റ്റ് ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മുരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വാർത്തകൾ തുടങ്ങുകയാണ്. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കരുവാരകുണ്ട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന തിരിച്ച് കാടിലേക്ക് കയറി. 3 ദിവസം നീണ്ടുനിന്ന ശ്രമങ്ങൾക്കൊടുവിലാണ് ആനയെ കാട് കയറ്റുവാനായത്. നാട്ടിലിറങ്ങിയ ആന വരുത്തിവെച്ചത് വ്യാപകമായ നാശനഷ്ടം. ഓണം ഖാദി മേളയുടെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറത്ത് നടന്നു. വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടി. ഓട്ടോറിക്ഷ ഫയർ മീറ്ററുകളുടെ പഞ്ചായത്ത് നഗരസഭാ തല വെരിഫിക്കേഷൻ ക്യാമ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം ഒതുക്കുങ്ങലിൽ മന്ത്രി KM ഷാജി നിർവഹിച്ചു. തകർന്ന റോഡും തെരുവ് വിളക്കുകളുടെ അഭാവവും. ഓരൂർ ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡ് പട്ടണംകുണ്ട് പ്രദേശവാസികൾ ദുരിത ജീവിതത്തിൽ. പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്ത്. വിശദമായ വാർത്തകളിലേക്കാണ് പ്രേക്ഷകരെ. കഴിഞ്ഞ 3-4 ദിവസമായി കരുവാരകുണ്ട് തുവ്വൂർ മേഖലയെ വിറപ്പിച്ച കാട്ടാന ഒടുവിൽ കാടുകയറി. വനപാലകരുടെ ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആനയെ തിരിച്ച് കാട് കയറ്റുവാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസം ജനവാസ മേഖലകളിൽ ഇറങ്ങിയ കാട്ടാന വ്യാപകമായ നാശനഷ്ടമാണ് വരുത്തിവെച്ചത്. എന്തായാലും നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ കാട്ടാന ഇപ്പോൾ ഒടുവിൽ കാട് കയറിയതോടുകൂടി താൽക്കാലികമായ ഒരു ആശ്വാസത്തിലാണ് കരുവാരകുണ്ട് തുവ്വൂർ മേഖലയിലുള്ള ആളുകൾ. കഴിഞ്ഞ ദിവസം വിവിധ മേഖലകളിൽ ഇറങ്ങിയ കാട്ടാന കൃഷി നശിപ്പിച്ചതിനോടൊപ്പം തന്നെ വീടുകൾക്ക് മുൻപുകളിലെത്തി വാഹനങ്ങൾ നശിപ്പിക്കുകയടക്കം ചെയ്തു. റവന്യൂ മന്ത്രിയുടെ മണ്ഡലത്തിൽ കൂടിയാണ് ഈ പ്രദേശം എന്നതുകൊണ്ട് തന്നെ മന്ത്രിയടക്കം നേരിട്ടെത്തി ഈ വിഷയത്തിൽ ഇടപെട്ടു. അടിയന്തരമായി ആനയെ തിരിച്ച് കാട് കയറ്റുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശം മന്ത്രി നൽകി. വനപാലകർക്ക് അവരുടെ സ്ക്വാഡിൻ്റെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നു. അത് പരിഹരിച്ചുകൊണ്ട് കൂടുതൽ അംഗങ്ങളെ കൂടി നിയമിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആനയെ കാട് കയറ്റുവാനുള്ള ആ ദൗത്യം പൂർത്തീകരിച്ചത്. കഴിഞ്ഞ 3 ദിവസമായി ഈ മേഖലയിലെ ആളുകൾക്ക് പുറത്തിറങ്ങുവാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കൊമ്പൻ ഇവിടെ പരാക്രമം നടത്തിയത്. വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും വാഹനങ്ങൾക്കുമടക്കം വ്യാപകമായ നാശനഷ്ടമാണ് ഈ കാട്ടാന വരുത്തിവെച്ചത്. ദ്രുതകർമ്മസേനയുടെയും വനം വകുപ്പിൻ്റെയും മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആനയെ കാട് കയറ്റുവാൻ സാധിച്ചത്. കരുവാരകുണ്ട് പോലീസിൻ്റെയും
ട്രോമ കെയറിൻ്റെയും സഹകരണത്തോടുകൂടി ജനങ്ങളെ ഒഴിവാക്കിയാണ് ആനയെ കാട്ടിലേക്ക് കയറ്റുവാനുള്ള ശ്രമം നടത്തിയത്. ഇതിനിടയിൽ ആന ചതുപ്പ് പ്രദേശങ്ങളിലും പുഴയിലും വീടുകൾക്ക് ഇടയിലും നിലയുറപ്പിച്ചതാണ് വലിയ വെല്ലുവിളിയായത്. വിരളി പൂണ്ട കൊമ്പൻ വീടുകളിൽ നിർത്തിയിട്ട ജീപ്പ്, ഇരുചക്ര വാഹനങ്ങൾ എന്നിവ നശിപ്പിച്ചു. വ്യാപകമായി കൃഷിയും നശിപ്പിച്ചു. ആനയുടെ സാന്നിധ്യം കാരണം 3 ദിവസം പ്രദേശത്ത് റബ്ബർ തോട്ടങ്ങളിൽ ടാപ്പിംഗ് അടക്കം തൊഴിലാളികൾ നിർത്തിവെച്ചിരുന്നു. വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ പോകുവാൻ കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും ആനയെ ഇപ്പോൾ കാട്ടിലേക്ക് തിരിച്ചു കയറ്റുവാനായതിൽ താൽക്കാലികമായ ആശ്വാസത്തിലാണ് നാട്ടുകാർ. എന്നാൽ ഈ വനാതിർത്തി മേഖല പങ്കിടുന്ന ഈ പ്രദേശങ്ങളിൽ വീണ്ടും കൊമ്പൻ തിരിച്ച് നാട്ടിലേക്ക് ഇറങ്ങുമോ എന്ന ആശങ്കയിലുമാണ് നാട്ടുകാർ. ഏതായാലും വനാതിർത്തി മേഖലയിൽ കാട്ടുകൊമ്പൻ 3 ദിവസം വലിയ പരാക്രമമാണ് നടത്തിയത്. ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് വലിയ ഭീഷണിയാണ് ഉണ്ടായത്. ഭാഗ്യവശാൽ മാത്രമാണ് ആളുകൾക്ക് അപകടങ്ങൾ സംഭവിക്കാത്തൊരു സാഹചര്യം ഉണ്ടായത്. ആളുകൾ അത് കൃത്യമായി ആനയുടെ സഞ്ചാരം കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് അതിനനുസരിച്ച് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കൊക്കെ മാറിയത് കൊണ്ട് തന്നെയാണ് ആളുകൾക്ക് അപകടം സംഭവിക്കാതിരുന്നത്. എന്നാൽ ഈ മേഖല വനാതിർത്തി മേഖല ആയതുകൊണ്ട് തന്നെ വീണ്ടും കാട്ടാന തിരിച്ച് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമോ എന്ന ആശങ്ക കൂടിയുണ്ട്. സുരക്ഷിതമായ ഫലപ്രദമായ നടപടികൾ ഇക്കാര്യത്തിൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിന് വേണ്ടി സ്വീകരിക്കണമെന്നൊരാവശ്യം കൂടിയാണ് ഇപ്പോൾ നാട്ടുകാർ രംഗത്തേക്ക് വയ്ക്കുന്നത്. ഓണം ഖാദി മേളയുടെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറത്ത് നടന്നു. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംസ്ഥാന വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ജിതേഷ് G അനിൽ അധ്യക്ഷത വഹിച്ചു. മേളയിൽ ആദ്യ വിൽപ്പന മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നഗരസഭാ കൗൺസിലർ KV ഗീതാ മോഹന് നൽകി നിർവഹിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി മേളയുടെ നറുക്കെടുപ്പ് കൂപ്പൺ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്മൃതികൾ ഉണർത്തുന്ന ഖാദി വസ്ത്രങ്ങളുടെ പ്രചരണത്തിനായി എല്ലാവരും യജ്ഞിക്കണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട ഒരു തീരുമാനം, നമുക്കും വേണം ഒരു ഖാദി എന്നാണ്. അതാണ് ഇതിൻ്റെ സന്ദേശം. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഈ ഒരു ശീർഷകത്തിൽ ഖാദിയുടെ പ്രചരണത്തിന് വേണ്ടി ശ്രമിക്കുക. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് ഇന്നും ജനഹൃദയത്തിൽ നമ്മുടേത് എന്ന ഫീലിങ്ങുള്ള ആ ഒരു ചിന്ത ഉള്ള ഒരു സാധനമാണ്, നമ്മുടെ തന്നെ ഒരു പ്രോഡക്റ്റാണ് ഖാദി. അതുകൊണ്ടുള്ള വിവിധ വസ്ത്ര, അതുപോലെ തന്നെ മറ്റ് ഉപകരണങ്ങളും ഒക്കെ ഇന്നിവിടെ ഷോറൂം ഇവിടെ വെച്ച് ചെന്ന് കണ്ടപ്പോൾ അവിടെ കണ്ട വസ്ത്രങ്ങൾ വളരെ ആധുനികവും വളരെ മനോഹരവുമാണ്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ആ സെൻറ്റിമെൻറ്റും ഇന്നത്തെ ആധുനിക രീതിയിൽ ധരിക്കാവുന്ന വസ്ത്രം എന്നുള്ള നിലയിൽ അതിന് പ്രചാരം കൊടുക്കണം. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ കീഴിൽ വിൽപ്പന കേന്ദ്രങ്ങളിൽ ഖാദി തുണിത്തരങ്ങൾക്ക് 30% വരെ സ്പെഷ്യൽ റിബേറ്റ് ലഭിക്കും. ഖാദി ഗ്രാമ സൗഭാഗ്യ, ഖാദി സൗഭാഗ്യ ചങ്ങരംകുളം, ഖാദി സൗഭാഗ്യ എടപ്പാൾ, ഖാദി സൗഭാഗ്യ താനൂർ, ഖാദി സൗഭാഗ്യ വട്ടക്കുളം എന്നിവിടങ്ങളിലും ജില്ലയിലെ ഖാദി ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന വിവിധ ഗ്രാമ സൗഭാഗ്യകളിലും മേള സംഘടിപ്പിച്ചിട്ടുണ്ട്. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർക്കും അധ്യാപകർക്കും ഉപാധികളോടെ 1 ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് സൗകര്യം ലഭിക്കും. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ ലഭിക്കും. ഓരോ ആഴ്ചയിലും നറുക്കെടുപ്പിൽ 3000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും, സംസ്ഥാനതല മെഗാ നറുക്കെടുപ്പിൽ 1ാം സമ്മാനം നേടുന്നയാൾക്ക് ടാറ്റ ടിയാഗോ കാറും, 2ാം സമ്മാനമായി 14 ജില്ലയിലും ഓരോ സ്കൂട്ടറും, 3ാം സമ്മാനമായി 30 പേർക്ക് 5000 രൂപയുടെ ഖാദി ഗിഫ്റ്റ് വൗച്ചറും ഉൾപ്പെടുന്ന സമ്മാന പദ്ധതിയും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ആഗസ്റ്റ് 25 വരെയാണ് ഓണം ഖാദി മേള നടക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ കൗൺസിലർ K യമുന, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ M ഗിരീഷ്, കോഴിക്കോട് സർവോദയ സംഘം സെക്രട്ടറി MK ശ്യാം പ്രസാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് മാർക്കറ്റിംഗ് ഡയറക്ടർ K ഷിബി സ്വാഗതവും ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസ് പ്രൊജക്ട് ഓഫീസർ KM റാണി നന്ദിയും പറഞ്ഞു.
സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ലീഗൽ മെട്രോളജി വകുപ്പ് നടപ്പിലാക്കുന്ന ഓട്ടോറിക്ഷ ഫെയർ മീറ്ററുകളുടെ പഞ്ചായത്ത് നഗരസഭാ തല വെരിഫിക്കേഷന്റെ ജില്ലാതല ഉദ്ഘാടനം ഒതുക്കുങ്ങലിൽ നടത്തി. ഇതൊരു ക്യാമ്പയിനായിട്ടാണ് നടത്തുന്നത്. ഇതിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി നിർവഹിച്ചു. നൂറുദിന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഇവിടെ ലീഗൽ മെട്രോളജിയുടെ നേതൃത്വത്തിൽ. പക്ഷെ അത് നേരത്തെ തന്നെ ഇവിടുന്ന് എന്നോട് പറയുന്നു, അതിങ്ങനെ മഞ്ചേരി വരെ പോയി ബുദ്ധിമുട്ടുന്ന ആ ഓട്ടം കുറക്കാൻ ഏത് തരത്തിലാണ് ഇടപെടാനാവുക എന്ന തരത്തിൽ നിവേദനങ്ങളൊക്കെ തന്നതാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ. തീർച്ചയായിട്ടും ഇനി സ്ഥിരമായി നിങ്ങൾക്ക് അത്തരത്തിലൊരു സംവിധാനം ഇവിടെ ഒരുക്കാനുള്ളൊരു ശ്രമം എന്തായാലും അതിനുള്ള ശ്രമം നടത്തുന്നതാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. അതിന് കഴിയുന്ന വിധത്തിൽ ഏത് തരത്തിലാണ് ഇടപെടാനാവുക എന്ന് പരിശോധിച്ചതിന് ശേഷം അതിനുള്ള ശ്രമം സർക്കാർ തലത്തിൽ തന്നെ ചെയ്യാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. ഞാനത് ചെയ്യുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങളുടെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് VS ജോയ് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഓട്ടോറിക്ഷ ഫെയർ മീറ്ററുകൾ പരിശോധിച്ച് കൃത്യത ഉറപ്പുവരുത്തി സർട്ടിഫിക്കേഷൻ നടത്തുന്നതിന് തങ്ങളുടെ പഞ്ചായത്ത് നഗരസഭാ പരിധികളിൽ സൗകര്യമൊരുക്കണമെന്നത് ഓട്ടോ തൊഴിലാളികളുടെ നിരന്തരമായ ആവശ്യമായിരുന്നു. ഇത് പരിഗണിച്ച് സർക്കാർ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് നഗരസഭാ തലത്തിൽ വെരിഫിക്കേഷൻ ക്യാമ്പും സർട്ടിഫിക്കേഷനും നടത്തുന്നതിൻ്റെ ജില്ലാതല ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത്. മുൻപ് ഓട്ടോ ഫെയർ മീറ്റർ പരിശോധനയ്ക്കായി ഓട്ടോ തൊഴിലാളികൾക്ക് അകലെയുള്ള ലീഗൽ മെട്രോളജി ഓഫീസുകളിൽ പോകണമായിരുന്നു. ഇതിലെ പ്രായോഗിക ബുദ്ധിമുട്ട് പരിഗണിച്ചാണ് സർക്കാർ പ്രാദേശിക തലത്തിൽ വെരിഫിക്കേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇതോടെ ഓട്ടോ തൊഴിലാളികൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ ലീഗൽ മെട്രോളജി വകുപ്പ് ഓഫീസുകളിൽ നിന്നും 15 കിലോമീറ്ററിൽ കൂടുതൽ ദൂരമുള്ള ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പൽ പ്രദേശങ്ങളിൽ ഓട്ടോ ഫെയർ മീറ്റർ പരിശോധനയ്ക്കും സർട്ടിഫിക്കേഷനും തുടക്കമാകും. ഫെയർ മീറ്റർ പരിശോധനയ്ക്ക് ശേഷം ലഭ്യമാകുന്ന സർട്ടിഫിക്കറ്റുകൾ മന്ത്രി ചടങ്ങിൽ ഓട്ടോ തൊഴിലാളികൾക്ക് വിതരണം ചെയ്തു. ക്യാമ്പിൽ പുതുതായി സർട്ടിഫിക്കറ്റുകൾ ലഭിച്ച ഓട്ടോ മന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു. ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ, മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റജുല പെലത്തൊടി, ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AK മെഹന്നാസ്, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം KV മുഹമ്മദ് അലി, മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MK അബ്ദുൾ നാസർ, ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്ത് അംഗം നെച്ചിക്കാട്ട് മുസ്തഫ എന്നിവരും വിവിധ രാഷ്ട്രീയ കക്ഷി തൊഴിലാളി സംഘടനാ പ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചു. ലീഗൽ മെട്രോളജി വകുപ്പിന്റെ കോഴിക്കോട് ഉത്തരമേഖല ജോയിന്റ് കൺട്രോളർ P ശ്രീനിവാസ സ്വാഗതവും മലപ്പുറം ഡെപ്യൂട്ടി കൺട്രോളർ സുജ S മണി നന്ദിയും പറഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം കാരണം വീർപ്പുമുട്ടുകയാണ് ഒരു ഗ്രാമത്തിലെ ജനത. പോരൂർ ഗ്രാമപഞ്ചായത്തിലെ പട്ടണംകുണ്ട് പ്രദേശവാസികളാണ് ദുരിത ജീവിതം നയിക്കുന്നത്. ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങളായ റോഡും തെരുവ് വിളക്കുകളും ഇവിടെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ സ്ഥാപിച്ച തെരുവ് വിളക്കുകൾ കണ്ണടച്ചിട്ട് വർഷങ്ങളായെന്ന് നാട്ടുകാർ പറയുന്നു. റോഡിൻ്റെ തകർച്ച ഏറെക്കുറെ പൂർണ്ണമാണ്. കാൽനട യാത്രയ്ക്ക് പോലും സാധ്യമല്ലാത്ത റോഡാണ് ഈ പ്രദേശവാസികൾക്ക് ഇന്ന് ഏക യാത്രാമാർഗം. ഗ്രാമപഞ്ചായത്ത് അധികൃതർ എത്രയും പെട്ടെന്ന് ഈ ഗ്രാമത്തിൻ്റെ ദുരവസ്ഥ കണ്ട് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ ആവശ്യം. അല്ലാത്തപക്ഷം ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് രൂപം നൽകുമെന്നും പട്ടണംകുണ്ട് ഗ്രാമവാസികൾ പറയുന്നു. പട്ടണംകുണ്ട് പ്രദേശത്ത് വർഷങ്ങളായി തെരുവ് വിളക്കുകൾ തെളിയാത്തത് നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തുകയാണ്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നിത്യേന ഉപയോഗിക്കുന്ന ഈ വഴിയിൽ രാത്രിയായാൽ കനത്ത ഇരുട്ടാണ് അനുഭവപ്പെടുന്നത്. ഇരുട്ടിൻ്റെ മറവിൽ കാട്ടുപന്നികളും തെരുവ് നായകളും മറ്റ് ഇഴജന്തുക്കളും ഇവിടെ നാട്ടുകാരുടെ സ്വൈര്യജീവിതത്തിന് വിഘാതമാവുകയാണ്. ഈ വഴിയിലൂടെ കാട്ടുപന്നികളും അതുപോലെ നായകളും ഇഴജന്തുക്കളൊക്കെ സജീവമായ ഒരു പ്രദേശമാണ് ഈ പട്ടണംകുണ്ടിൻ്റെ ഈ ഭാഗം എന്ന് പറഞ്ഞത്. ഈ ഭാഗത്ത് തെരുവുകളൊക്കെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് രാത്രികാലങ്ങളിലെ യാത്രക്കൊക്കെ. വൈകുന്നേരം കഴിഞ്ഞാൽ പുറത്തിറങ്ങുവാൻ പോലും ഭയമാണെന്നും അടിയന്തര ആവശ്യങ്ങൾക്ക് പോലും യാത്ര ചെയ്യുവാൻ പ്രയാസമാണെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. ഈലശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ കീപ്പെട്ട്, അതായത് പട്ടണംകുണ്ട് ഭാഗത്ത് പകുതി സ്ഥലം വളരെ ദയനീയാവസ്ഥയിലാണ് ഇവിടുത്തെ ജനങ്ങൾ പോകുന്നത്. അതായത് ഒരു തെരുവിളക്ക് കത്തിയിട്ട് 7 കൊല്ലം 8 കൊല്ലമായി. അതേമാതിരി റോഡിൻ്റെ കാര്യം അങ്ങനെ തന്നെ. ഇവിടെ നിന്നാണ് കീപ്പെട്ട് റോഡില്ല. ഈ പള്ളിൻ്റെ അവിടെ നിന്നാണ് കീപ്പെട്ട് റോഡ് എന്ന് പറയുന്നത് ഇല്ല. തെരുവ് വിളക്കുകളുടെ പ്രശ്നത്തിനോടൊപ്പം പട്ടണംകുണ്ട് കാക്കത്തോട് റോഡിൻ്റെ ശോചനീയാവസ്ഥയും പ്രദേശവാസികളുടെ ദുരിതം വർദ്ധിപ്പിക്കുകയാണ്. നമ്മളെ ഈ പൈപ്പ് ലൈന് കീറിപ്പോയിട്ടേ ഒരു 2 കൊല്ലത്തോളമായി. ഇതുവരെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് ശരിയാക്കി തരും, മറ്റൊരു ശരിയാക്കി തരും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ശരിയാക്കിയിട്ടില്ല.
ഇപ്പോൾ മുട്ടിന് കായത്തിലാണ് ആ കുണ്ട് കിടക്കുന്നത്. അപ്പോൾ ആ കുണ്ടിലെ കുട്ടികളും കടന്ന് വല്ല വണ്ടി എന്തെങ്കിലും കുത്തിമറിഞ്ഞാൽ ഒരു കജ്ജകാലൊക്കെ ഓടി. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിലൂടെ യാത്ര ചെയ്യുന്നത് ഏറെ ദുഷ്കരമാണ്. നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഈ റോഡിലെ കുഴികളും തകർന്ന ഭാഗങ്ങളും കാരണം വാഹനയാത്രയും കാൽനട യാത്രയും അപകട ഭീഷണിയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. മഴക്കാലത്ത് സ്ഥിതി കൂടുതൽ രൂക്ഷമാകുന്നതായും പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു. ഞാൻ കാക്കത്തോടിൻ്റെ അവിടെ പാർക്കുന്ന ആളാണ്. റോഡ് വളരെ മോശമാണ്. സ്കൂൾ എൻ്റെ കുട്ടികൾക്ക് പോകാൻ വരെ വണ്ടി ഇറങ്ങുന്നില്ല. വളരെ ബുദ്ധിമുട്ടിലാണ് റോഡ് കിടക്കുന്നത്. തെരുവ് വിളക്കുകൾ പുനഃസ്ഥാപിക്കണമെന്നും തകർന്ന റോഡ് അടിയന്തരമായി നവീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ട അധികൃതർക്ക് പലതവണ പരാതികൾ നൽകിയെങ്കിലും ഇതുവരെ കാര്യമായ നടപടിയുണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇവിടുത്തെ പ്രദേശവാസികളെ സംഘടിപ്പിച്ച് നടത്തുമെന്ന് ഒരു മുന്നറിയിപ്പ് കൂടി നൽകുകയാണ്. അതോടൊപ്പം തന്നെ ഈ സാഹചര്യങ്ങൾ വന്ന് കണ്ട് വിലയിരുത്തി എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം കാണണമെന്ന് അപേക്ഷിക്കുകയാണ്. ഏകദേശം 20ഓളം വീടുകൾ തിങ്ങിപ്പാർക്കുന്നൊരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് റോഡ് മാർഗമുള്ള ഗതാഗതം നിലച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ സുരക്ഷയും യാത്രാ സൗകര്യവും ഉറപ്പാക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. CPM പട്ടണംകുണ്ട് ബ്രാഞ്ച് കമ്മിറ്റി പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതിയും നൽകി. ബ്രാഞ്ച് സെക്രട്ടറി P. പ്രജീഷ്, DYFI സെക്രട്ടേറിയറ്റ് അംഗം ഷുഹൈബ്, മേഖലാ കമ്മിറ്റി അംഗം T. ഷറഫലി, V. കുഞ്ഞാപ്പ, P. ഉമ്മർ, ഹബീബ്, T. സലീം, K. ഫവാസ് എന്നിവർ സംബന്ധിച്ചു. പട്ടണംകുണ്ട് കാക്കത്തോട് റോഡിന്റെ നവീകരണവും തെരുവ് വിളക്കുകളുടെ പുനഃസ്ഥാപനവും എത്രയും വേഗം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നിലമ്പൂർ ഫാസ്റ്റ് ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ഏതെടുത്താലും 199 രൂപ മാത്രം. ക്വാളിറ്റിയിൽ വിലക്കുറവിന്റെ വിപ്ലവം. ഇപ്പോൾ വാങ്ങിയാൽ 3 ഇരട്ടി വാങ്ങാം. വിലക്കുറവിന്റെ വിപ്ലവം ഇപ്പോൾ നിലമ്പൂരിലും. ബിഗ് ഡ്രം 99 രൂപ മാത്രം. എക്സിക്യൂട്ടീവ് ചെയർ 179 രൂപ മാത്രം. സ്റ്റീൽ ഇന്നർ ലിഡ് കാസറോൾ 199 രൂപ മാത്രം. സ്റ്റൂൾ 79 രൂപയ്ക്ക്. ബിഗ് ഫസ്റ്റ് ക്വാളിറ്റി ബക്കറ്റ് 3 എണ്ണം 199 രൂപയ്ക്ക്. ഷൂ റാക്ക് 149 രൂപയ്ക്ക്. ക്ലീനിംഗ് മോപ്പ് 99 രൂപയ്ക്ക്. 20 ചെടിച്ചട്ടി 199 രൂപയ്ക്ക്. വെജിറ്റബിൾ സ്റ്റാൻഡ് 149 രൂപയ്ക്ക്. 10 ഫൈബർ പ്ലേറ്റ്സ് 99 രൂപയ്ക്ക്. ക്രോക്സ് മോഡൽ ആൻഡ് ഫ്ലിപ്പ് വിപ്ലവം 99 രൂപയ്ക്ക്. മെൻസ്, ലേഡീസ്, കിഡ്സ് ബ്രാൻഡഡ് സർപ്ലസ് ഫുട്വിയേഴ്സ്. കൂടാതെ വസ്ത്രങ്ങളുടെ വലിയ കളക്ഷൻസ് 49, 99, 149, 199 എന്നീ വിപ്ലവ വിലക്കുറവിൽ. ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ഏതെടുത്താലും 199 രൂപ മാത്രം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയന്തോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. ഇരുപത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യത്തോടെ എടക്കരയുടെ അഭിമാനമായ ഓട്ടോ പാലസ് കൂടുതൽ സവിശേഷതകളോടെ പ്രവർത്തനം തുടരുന്നു. ഏറ്റവും ഗുണനിലവാരത്തോടെ സെക്കൻഡ് ഹാൻഡ് ബൈക്കുകൾ, കാറുകൾ എന്നിവ ഇനി യഥേഷ്ടം സ്വന്തമാക്കാം. വാഹനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ട്രെയിലർ സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539
107485. നിങ്ങളുടെ പ്രഭാതത്തെ കൂടുതൽ രുചികരവും ആരോഗ്യകരവുമാക്കാൻ രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ് 100% ഗുണമേന്മ ഉറപ്പാക്കി പ്രത്യേകം തെരഞ്ഞെടുത്ത അരിയുഴുന്ന്, ഉലുവ എന്നിവ ചേർത്ത് ശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിച്ച് ഹൈജീനിക് പ്ലാന്റിൽ തയ്യാറാക്കിയതാണ് രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. ഇനി പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മൊരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503. എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. വാർത്തകൾ തുടരുകയാണ് പ്രേക്ഷകരെ. മുൻ സംസ്ഥാന MSFന്റെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാനെ അനുസ്മരിച്ച് വണ്ടൂർ പഞ്ചായത്ത് MSF കമ്മിറ്റി. അനുസ്മരണ സമ്മേളനം മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി MK മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും സത്യം പറഞ്ഞാൽ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലെ ആളുകൾ മാത്രമല്ല, നിങ്ങളൊരു ക്യാമ്പസിൽ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കൂട്ടായ്മയിൽ പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നു, നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ സുഹൃത്തുക്കളും
അതിനപ്പുറം നിങ്ങൾ കാണാത്ത പല ആളുകളും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാലത്ത് വളരെ നല്ല നിലയിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടവും അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് ഉള്ള ആളുകളായി മാറുക എന്നുള്ളതാണ്. പഞ്ചായത്ത് MSF പ്രസിഡന്റ് നിഹാൽ പെരുമുണ്ട അധ്യക്ഷത വഹിച്ചു. ഷൈജൽ എടപ്പറ്റ, നിഷാജ് എടപ്പറ്റ, MK നാസർ, K ഫസൽ ഹക്ക്, KT നൂറുൽ ഹസൻ, P ഖാലിദ് എമങ്ങാട്, ജിഷാദ് കോക്കാടൻ, CT ചെറി, ഗാലിബ് എടപ്പറ്റ, CT ഷാഹുൽ, P മാനു എമങ്ങാട്, MK നിബിൽ, P ഫർഹാൻ എന്നിവർ പ്രസംഗിച്ചു. ഒളിമ്പിക്സ് കായിക ഇനമായ തൈക്കോണ്ടോയുടെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് 1-2 തീയതികളിൽ തിരുവനന്തപുരം പൂവാർ ഗവൺമെന്റ് VHSSൽ നടക്കും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുമായി 470ഓളം താരങ്ങളാണ് ഈ കായികമേളയിൽ പങ്കെടുക്കുന്നതെന്ന് ഭാരവാഹികൾ വണ്ടൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ച് 76 താരങ്ങളാണ് വിവിധ വിഭാഗങ്ങളിലായി മാറ്റുരയ്ക്കുന്നത്. പ്രീ കാഡറ്റ്, സബ് ജൂനിയർ, കാഡറ്റ്, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക. വിവിധ ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 470 പേരാണ് ഈ ഒരു മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. 4 കാറ്റഗറിയിലാണ് വരുന്നത്: ജൂനിയർ, സബ് ജൂനിയർ, കാഡറ്റ്, സീനിയർ കാറ്റഗറി. അപ്പോൾ മലപ്പുറം ജില്ലയെ പ്രതികരിച്ചുകൊണ്ട് 76 മത്സരാർത്ഥികളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ KSTA മലപ്പുറം ടീം 76 പേരാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. മറ്റുള്ള ആൾക്കാരെല്ലാവരും മലപ്പുറത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. നമ്മളൊക്കെ നിങ്ങൾക്കറിയാം, നമ്മുടെ നാഷണലിലും അന്തർദേശീയ തലങ്ങളിലൊക്കെ മെഡൽ വാരി കൂട്ടിയ കുട്ടികളാണ് നമ്മുടെ മലപ്പുറത്തിൻ്റെ KST ടീം. അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരും അതുപോലെ സ്പോർട്സ് കൗൺസിലും കൊടുക്കുന്നത്. കേരള സ്റ്റേറ്റ് തൈക്കോണ്ടോ അസോസിയേഷൻ മലപ്പുറം ജില്ലാ ടീമിനെ പ്രതിനിധീകരിച്ച് ജനറൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ പുരസ്കാര ജേതാവുമായ ശ്രീധർ K ചരണന്റെ നേതൃത്വത്തിലുള്ള 26 അംഗ സംഘമാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ അസിസ്റ്റന്റ് കോച്ചുമാരായ സരസ്വതി ശ്രീധർ, സതീഷ് കുമാർ, T ആദിത്യ എന്നിവർ പങ്കെടുത്തു. വണ്ടൂർ നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭാഷാ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ചെറുകോട് TKM ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് M റഹ്മത്തുള്ള MLA ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് MT അലി നൌഷാദ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുഖ്യപ്രഭാഷണം നടത്തി. എന്തിനാണ് അവര് ആ ഭാഷയെ പുറത്തത്? ആ ഭാഷ സ്കൂളുകളിൽ അഭ്യസിക്കപ്പെടുന്ന സാഹചര്യമില്ലാതാക്കണം എന്ന അന്നത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് ആഗ്രഹിച്ചത് എന്തിനാണ്? ആ ഭാഷയുമായി അവർക്കുള്ള പ്രശ്നം എന്തായിരുന്നു? അതാണ് ചോദ്യം. അവരാഗ്രഹിച്ചത് ഇത് നിയന്ത്രിക്കപ്പെടണം. നന്നേ ചെറുപ്പത്തിൽ ഇവരുടെ വേദഭാഷയുമായി ഇവർക്കുണ്ടാകുന്ന ഒരു പൊക്കിൽ കൊടി ബന്ധമുണ്ട്. ആ പൊക്കിൽ കൊടി ബന്ധം ഇവരുടെ സ്വത്വത്തിലേക്ക്, ഇവരുടെ വിശ്വാസത്തിലേക്ക്, ഇവരുടെ ആദർശത്തിലേക്ക്, ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ മതത്തിലേക്ക് ഇവരെ ചേർത്ത് വെക്കുന്നു. ആ പൊക്കിൽ കൊടി മുറിച്ചെറിഞ്ഞിട്ടല്ലാതെ, ആ മതത്തിന്റെയും വിശ്വാസത്തിന്റെയും സ്വത്വബോധത്തിന്റെയും പരിസരത്ത് നിന്ന് ഈ ചെറുപ്പക്കാരെ പറിച്ചെടുത്തിട്ടല്ലാതെ തങ്ങളുടെ ആശയത്തിന്റെ പരിസരത്ത് ഇവരെ കൊണ്ടുവരിക എളുപ്പമല്ല. ഞാനത് ലളിതമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. കുറച്ചു നാളുകൾക്ക് മുൻപാണ് ഈ സമ്മേളനത്തിന്റെ പിന്തിരയിൽ ഞാൻ എന്റെ സഹോദരിമാരെ പോലും കാണുന്നുണ്ട്. ഇതേ മലപ്പുറത്ത് വെച്ച് യുക്തിവാദികളുടെ ഒരു സമ്മേളനത്തിൽ CPMന്റെ ഒരു നേതാവ് പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? അത് പറഞ്ഞത് മലപ്പുറത്തെ മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. അവരുടെ തലയിലേക്ക് വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം കയറിയാലോ അവരെ തട്ടം ഉപേക്ഷിക്കും, അവരുടെ സ്വത്വത്തിന്റെ ആവിഷ്കാരങ്ങൾ ഉപേക്ഷിക്കും, മുസ്ലിം എന്ന ഐഡന്റിറ്റി ഉപേക്ഷിക്കും. അവരെ നമുക്ക് ലഭിക്കും. ഇതാണ് യുക്തിവാദികളുടെ സമ്മേളനത്തിൽ CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് 2-3 വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ ഒരു പ്രസംഗം. മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൾ ലത്തീഫ്, ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപ്പു ഹാജി, മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് P ഖാലിദ് മാസ്റ്റർ, PA മജീദ്, NM നസീം, നിഷാജ് എടപ്പറ്റ, ഡോക്ടർ ഫസൈൽ ബാബു, ജനറൽ സെക്രട്ടറി അനീസ് മാസ്റ്റർ കൂരാട്, മുഹമ്മദ് അലി പന്തലിങ്ങൽ, മുഹമ്മദ് കോയത്തങ്ങൾ, CT ചെറി, ഇക്ബാൽ, ജാഫർ പുൽവെട്ട, V റാഷിദ് പോരൂർ, സൈഫുദ്ദീൻ M അഷദ്, ഇർഫാൻ, ഗാലിബ് എടപ്പറ്റ, അയൂബ് ഖാൻ എന്നിവർ സംസാരിച്ചു. നോക്കാം പ്രേക്ഷകരെ, പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരുവാരകുണ്ട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന തിരിച്ച് കാടിലേക്ക് കയറി.
3 ദിവസം നീണ്ടുനിന്ന ശ്രമങ്ങൾക്കൊടുവിലാണ് ആനയെ കാട് കയറ്റുവാനായത്. നാട്ടിലിറങ്ങിയ ആന വരുത്തിവെച്ചത് വ്യാപകമായ നാശനഷ്ടം. ഓണം ഖാദി മേളയുടെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറത്ത് നടന്നു. വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടി. ഓട്ടോറിക്ഷ ഫയർ മീറ്ററുകളുടെ പഞ്ചായത്ത് നഗരസഭാ തല വെരിഫിക്കേഷൻ ക്യാമ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം ഒതുക്കുങ്ങലിൽ മന്ത്രി KM ഷാജി നിർവഹിച്ചു. തകർന്ന റോഡും തെരുവ് വിളക്കുകളുടെ അഭാവവും. ഓരൂർ ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡ് പട്ടണംകുണ്ട് പ്രദേശവാസികൾ ദുരിത ജീവിതത്തിൽ. പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്ത്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും. നിലമ്പൂർ ഫാസ്റ്റ് ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപോയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മുരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്.